ശ്രീമന്നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം ശ്ലോകം 8. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദ്യൈർനാഹമിത്യപ്രയാദേ. സർവാത്മാത്വം ഭൂരി കാരുണ്യവേഗാത് താർക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഗജേന്ദ്രൻ ആ പൊയ്കയിൽ നിന്ന് ഓരോ താമരപ്പൂക്കളായിട്ട് പറിച്ചെടുത്ത് ഉത്തമങ്ങളായ സ്തുതികൾ കൊണ്ട് ഓരോ പൂവും മുകളിലേക്ക് എറിഞ്ഞ് ഭഗവാനെ ആരാധിച്ചു. സാക്ഷാൽ ബ്രഹ്മത്തെയാണ് ഇവിടെ ഗജേന്ദ്രൻ ആരാധിച്ചത്. ആ ഗജേന്ദ്രന്റെ സ്തുതി ഭാഗവതത്തില് അഷ്ടമസ്കന്ധത്തില് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. നിർഗുണസ്ഥം സ്തോത്രം, നിർഗുണ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നതായിട്ടുള്ള ആ സ്തോത്രം സമസ്തം ശ്രുത്വ മുഴുവനും കേട്ടിട്ട് ആ ബ്രഹ്മത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഇവിടെ ഗജേന്ദ്രൻ പൂക്കൾ അർച്ചിക്കുന്നത്. അപ്പോൾ ആ സ്തുതി മുഴുവനും കേട്ടിട്ട് ബ്രഹ്മേശാദ്യൈ ബ്രഹ്മാദി ദേവന്മാര്, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാര് അഹം ന ഞാനല്ല ഇതി എന്നിങ്ങനെ അപ്രയാതെ പുറപ്പെടാതെ ഇരുന്നപ്പോൾ, ഇപ്പൊ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാരെല്ലാവരും ഇതെല്ലാം കേട്ട് സ്തുതിയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്നെയല്ല സ്തുതിക്കണത്, അതുകൊണ്ട് ഞാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു, പുറപ്പെട്ടില്ല. ഗജേന്ദ്രന്റെ അടുത്തേക്ക് പുറപ്പെട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ സർവാത്മകനായ എല്ലാ ജീവജാലങ്ങളിലെയും ആത്മാവായ ജീവനായ ത്വം നിന്തിരുവടി ഭൂരി കാരുണ്യവേഗാത്, ഭൂരി വളരെയധികം കാരുണ്യത്തോടെ ദയയോടെ, ദയ കവിഞ്ഞൊഴുകുന്നവനായിട്ട്, അതായത് ഗജേന്ദ്രനോട് അത്യധികം കാരുണ്യം ഭഗവാൻ ഉണ്ടായി. എന്നിട്ട് ഭഗവാൻ താക്ഷ്യാരൂഢ ഗരുഡന്റെ പുറത്ത് കയറി പുരസ്താത് മുമ്പിൽ, ഗജേന്ദ്രന്റെ മുമ്പിൽ പ്രേക്ഷിത അഭൂ പ്രത്യക്ഷനായി ഭവിച്ചു. അപ്പൊ കാരുണ്യത്തിന്റെ വേഗം മൂലം, അതായത് അതിയായ കാരുണ്യം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി, കവിഞ്ഞൊഴുകാൻ തുടങ്ങി ഭഗവാനില്. ഗജേന്ദ്രന്റെ ആ സ്തുതി കേട്ടപ്പോഴും മറ്റുള്ള ദേവന്മാരൊക്കെ പോകാൻ മടിച്ചു നിന്നു, എന്നെ അല്ല സ്തുതിക്കണേ എന്ന് പറഞ്ഞ് അവരൊക്കെ ഇരുന്നപ്പോൾ ഭഗവാൻ അങ്ങോട്ട് കരുണ നിറഞ്ഞു കവിഞ്ഞൊഴുകി. ഗജേന്ദ്രനോട് ഉള്ള ആ ഒരു കരുണ, ഭഗവാൻ അവിടുന്ന് ഗരുഡന്റെ പുറത്ത് കയറി നേരെ ഗജേന്ദ്രന്റെ മുമ്പിൽ ചെന്ന് പ്രത്യക്ഷനായി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.